നമ്മുടെ ഷോറൂമിൽ ഒട്ടുമിക്ക വാഹനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കമ്പനികളിൽ നിന്ന് മാത്രമാണ്. കമ്പനികളിൽ നിന്ന് അവരുടെ CJS ഇൻസ്പെക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഹനത്തിൻ്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് A to Z കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് തരും. അതിൻ്റെ ബേസിൽ മാത്രം ഞങ്ങൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്തു. നമ്മുടെ ഷോറൂമിൽ ഏകദേശം 95% വാഹനങ്ങളും അത്തരത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വാഹനങ്ങളാണ്. ബാക്കി വരുന്ന 5% വാഹനങ്ങൾ ഏതെങ്കിലും പാർട്ടിക്കാർ നമ്മുടെ എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് തരുന്ന വാഹനങ്ങൾ ഞങ്ങൾ മാറ്റി എക്സ്ചേഞ്ച് ആയിട്ട് എടുക്കും. അല്ലാതെ പഴയ രീതിയിലൊരു വാഹനം ഞങ്ങളൊരു പാർട്ടി എടുത്ത് പോയി നോക്കി നമ്മൾ തന്നെ സ്വമേധയെ ചെക്ക് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ ചെയ്യുന്നില്ല. അതെന്താ വെച്ചാൽ ഒരുപാട് മിസ്റ്റേക്കുകൾ അതിനകത്ത് നമ്മൾ സ്വമേധയെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നത് കാരണമാണ് ഞങ്ങൾ കമ്പനിക്ക് ഏർപ്പെടുത്തിയിട്ട് ആ കമ്പനിയുടെ റിപ്പോർട്ടും ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അതിൻ്റെ ബേസിൽ പ്രൈസ് കൂട്ടി ചെയ്തിട്ട് അത്തരത്തിൽ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്ചേഞ്ചിൽ വരുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾ വില കാണുന്നില്ല എന്നുള്ളത്. അതിൻ്റെ കാരണമാണ് ഈ കിടക്കുന്ന വാഹനങ്ങളെല്ലാം. കാരണം എക്സ്ചേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം നമ്മുടെ അടുത്ത് എക്സ്ചേഞ്ചിന് വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് പല ആൾക്കാരും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഡാമേജ് ആയിട്ടുള്ള കംപ്ലൈൻ്റ് ഉള്ള വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് നല്ല വാഹനങ്ങൾ നമ്മുടെ അടുത്തുള്ള വാഹനങ്ങൾ എടുത്തു പോകുന്ന ഒരു ചെറിയൊരു ഇടയ്ക്കിടയ്ക്ക് ഒരു പണി കിട്ടുന്ന ഒരു പ്രശ്നം നിരന്തരമായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിൻ്റെ ഇടയിൽ ഒരുപാട് കംപ്ലൈൻറ്റുകളാണ് അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് വന്നിട്ടുള്ളത്. എസ്പെഷ്യലി കംപ്ലൈൻറ്റുള്ള വാഹനങ്ങൾ നമ്മുടെ അടുത്ത് എക്സ്ചേഞ്ചിന് കൊണ്ടുവന്നിട്ട് പിന്നെ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നും കാണാറില്ല. പക്ഷേ കാണാറില്ലാത്തതെന്ന് വെച്ചാൽ നമുക്കൊരു പരിമിതികളുണ്ട്. ഒരു വാഹനം ഒരു നിശ്ചിത സമയം 5 മിനിറ്റോ 10 മിനിറ്റോ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് മെഷീൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത്രത്തോളം നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. അതിനുശേഷം ചിലപ്പോൾ നമ്മൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഓരോരോ കംപ്ലൈൻറ്റുകൾ കാണും. അതിനുശേഷം നമ്മൾ സ്വമേധയാ വർക്ക് എടുത്തിട്ട് ആ വാഹനം സെയിൽ ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് വരികയാണ്. കാരണം അതിൻ്റെ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എൻജിൻ കാര്യങ്ങളെല്ലാം വർക്കുള്ള വാഹനങ്ങൾ ഒട്ടുമിക്ക പേരും നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് എക്സ്ചേഞ്ചിന് കൊണ്ടുവന്ന് തരുന്ന കാരണമാണ് നമ്മൾ എക്സ്ചേഞ്ച് വാഹനങ്ങൾ പോലും അത്രയും പ്രൊമോട്ട് ചെയ്യാതെ അത്രയും നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ മാത്രമേ ഇനി മുതൽ എടുക്കുമെന്നുള്ള കഴിഞ്ഞ 2 മാസം മുമ്പ് പ്രതിജ്ഞ വെച്ചായിരുന്നു. അതിന് മുമ്പ് വന്നിട്ടുള്ള കുറേ വാഹനങ്ങളാണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ എൻജിൻ പ്രശ്നങ്ങളും എൻജിൻ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം 10-15ഓളം വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. കംപ്ലൈൻറ്റുള്ള വാഹനങ്ങൾ എക്സ്ചേഞ്ച് വന്നതും അല്ലാത്ത കുറച്ച് 1-2 വാഹനങ്ങളുണ്ട്. മെജോറിറ്റി വാഹനങ്ങളും എക്സ്ചേഞ്ച് വന്നിട്ടുള്ള വാഹനങ്ങളാണത്. അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു ഡിസയറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻജിന് വൈറ്റ് സ്മോക്ക് എങ്ങനെയാണ് ഒരു വാഹനം ഒരു യൂസർക്കാർ വാഹനം വാങ്ങാൻ പോകുന്നതിന് മുമ്പ് അതിൻ്റെ എൻജിൻ അത് കംപ്ലൈൻ്റ് ആണോ അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഡാമേജുകളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സൈലൻസറിലൂടെ വരുന്ന സ്മോക്കിൻ്റെ കളർ നോക്കിയിട്ട് വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ നോക്കിയ ശേഷം നിങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ എൻജിൻ എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ചെറിയൊരു ടിപ്സും ട്രിക്സും കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കമൻസ് ആയിട്ട് ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ അതായത് പിസ്റ്റണും റിങ്സിൻ്റെ പണിക്ക് മാത്രമല്ല വൈറ്റ് സ്മോക്ക് വരിക, ടർബോൻ്റെ പണിക്ക് വൈറ്റ് സ്മോക്ക് വരും. അങ്ങനെ പല കാരണം കൊണ്ട് വരും പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയാണ്, പല കാരണം കൊണ്ട് വരും. പക്ഷേ മെജോറിറ്റിയും കാരണം മെയിൻ റീസൺ സാധാരണ ഇതിൽ വരാറ് പിസ്റ്റൺ റിങ്സിൻ്റെ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് അത്തരത്തിലുള്ള അതായത് വൈറ്റ് സ്മോക്കിൻ്റെ പ്രശ്നം സാധാരണ ഇതിൽ വരാറ്. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്ന വാഹനം നമ്മൾ എൻജിൻ്റെ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ആ വർക്ക് എടുക്കുന്ന ആളോടും കൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ആ ഡിസയറിൻ്റെ എൻജിന് ഓൾമോസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞ് ഫൈനൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ പിസ്റ്റണും റിങ്സും കംപ്ലൈൻ്റ് ആയ കാരണം അത് ലൈറ്റ് കൊടുത്ത് വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ എൻജിൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ഗീസും പോയൊക്കെ ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തോളമായിട്ട് ലൈറ്റിലും കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ കിടന്ന് ഡാമേജ് ആയിട്ടുണ്ട്. പക്ഷേ ഉൾഭാഗം അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ശരിക്കും ഇതിൻ്റെ വർക്ക് എന്തായിരുന്നു? ഒരു മൈക്കച്ചോട്ടെ ശരിക്കും ഇതിൻ്റെ വർക്ക് എന്തായിരുന്നു? ഇതിൻ്റെ പിസ്റ്റൺ കംപ്ലൈൻറ്റ് ആയിരുന്നു, അതേമാതിരി റിങ്സ് അതുപോലെ തന്നെ ഹെഡ് എല്ലാം കംപ്ലൈൻറ്റ് ആയിരുന്നു. ഇത് വൈറ്റ് സ്മോക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. അതായത് വൈറ്റ് സ്മോക്കിൻ്റെ ഈ വൈറ്റ് സ്മോക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഹെഡ് കംപ്ലൈൻ്റ് ആയി വരും, അതേമാതിരി പിസ്റ്റൺ സിലിണ്ടറൊക്കെ കംപ്ലൈൻ്റ് ആയി വരും. അപ്പോൾ ഈ ഒരു വാഹനത്തിന് പിസ്റ്റൺ റിങ്സും കംപ്ലൈൻറ്റ് ആയിരുന്നു, സിലിണ്ടറും കംപ്ലൈൻറ്റ് ആയിരുന്നു. അതെ, പിന്നെ അതുപോലെ ആ കൂട്ടത്തിൽ നമ്മൾ ഹെഡിൻ്റെ വർക്കെല്ലാം തീർത്തിട്ടുണ്ട്. ഹെഡിൻ്റെ വർക്കും കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ മൊത്തത്തിലൊരു വർക്ക് എടുക്കാൻ ഏകദേശം നമുക്ക് എത്ര കോസ്റ്റ് വരും? ഇതുപോലെ വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50 റുപ്യ 60 റുപ്യ റേഞ്ചിൽ മൊത്തം ഫുൾ വർക്ക് എടുക്കുകയാണെങ്കിൽ വരും. അല്ലെങ്കിൽ വർക്കിനനുസരിച്ച് അങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും. ഓക്കെ, ടർബോൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് സ്മോക്ക് വരുമോ? അത് അങ്ങനെ കൂടുതൽ വരില്ല. ഓക്കെ, നോസിലിൻ്റെ വർക്ക് ഉണ്ടെങ്കിലോ? നോസിൽ എടുക്കുന്നുണ്ടെങ്കിൽ മിസ്സിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരും. മിസ്സിങ് വരും. ഓക്കെ, മിസ്സിങ് ഉണ്ടെങ്കിൽ വൈറ്റ് സ്മോക്ക് ഉണ്ടാവും. വൈറ്റ് സ്മോക്ക് ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ടായിരുന്നു, ഈ വൈറ്റ് സ്മോക്ക് എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ കാരണത്താലാണ് വരിക എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഏകദേശം എഞ്ചിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിയാറായി. സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സെറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ നേരെ ലിഫ്റ്റ് വെച്ചിട്ട് നേരെ എഞ്ചിൻ വാഹനത്തിനകത്തേക്ക് കയറ്റിയായിരിക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പല റീസൺ കൊണ്ട് വരും. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ റിങ്സിൻ്റെ പണി കാരണമാണ് നമ്മുടെ സാധാരണ വൈറ്റ് സ്മോക്ക് വരാറ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വാഹനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക വൈറ്റ് സ്മോക്ക് ഉണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പിസ്റ്റൺ റിങ്സാണ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ടർബോ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം വാഹനങ്ങൾ എടുക്കുക. താങ്ക് യു.